ഹലോ, എൻ്റെ പേര് നൗഫൽ. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അഭിസാറിന്റെ കോഴ്സ് ഞാൻ വീഡിയോസ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിരുന്നു. ഈ കോഴ്സ് ഒരുപാട് വിവിധ തലങ്ങളിൽ നമുക്കൊരുപാട് ഗുണം നൽകുന്ന ഒരു കോഴ്സാണ്. കാര്യം സാധാരണ നമ്മൾ കാണുന്ന ഒരു ട്രേഡിങ്ങിനെ കുറിച്ചുള്ള കോഴ്സുകളുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത അത്ര തരത്തിൽ ഉപകാരപ്പെടുന്ന ഒരു കോഴ്സാണ് ഇത്. കാരണം പൊതുവെ എല്ലാ കോഴ്സുകളിലും നമ്മളൊരു കോഴ്സ് എടുക്കുമ്പോൾ തന്നെ കുറേയധികം വലിയ സാങ്കേതികപരമായിട്ട് മനസ്സിലാക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള കുറേ ടേമുകളും കുറേ ക്യാൻഡിൽ പാറ്റേണുകളും ഒക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാകണം, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, ആ ലാഭത്തിനെ എങ്ങനെ നമ്മുടെ സമൂഹത്തിനും കൂടെ ഉപകാരമുണ്ടാകുന്ന രീതിയിൽ ഗുണപ്രദമായിട്ട് വിനിയോഗിക്കണം, എങ്ങനെ വേണം ഒരു അച്ചടക്കമുള്ളവരാകണം എന്നൊക്കെ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു കോഴ്സാണിത്. ഇതിൽ ഏറ്റവും നമുക്ക് ഏറ്റവും ഗുണമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒരു ഷെയറിൽ എത്ര രൂപ ഇടണം. കാര്യം കയ്യിൽ ചിലപ്പോൾ കുറേ ക്യാഷ് കാണും, പക്ഷെ ഇതെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് വിനിയോഗിക്കുന്നതെന്നുള്ള കൺഫ്യൂഷൻ പലർക്കും കാണും. അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഓരോ സ്റ്റോക്കിനും എത്ര വെച്ചിട്ടാണ് നമ്മൾ ഫണ്ട് അലോക്കേറ്റ് ചെയ്യേണ്ടത്, എപ്പോൾ എൻട്രി എടുക്കണം, എപ്പോൾ എക്സിറ്റ് എടുക്കണം എന്നൊക്കെയുള്ളത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ ലളിതമായിട്ട് പഠിപ്പിക്കുന്ന മറ്റൊരു കോഴ്സും ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. അദ്ദേഹം അഭിസാറ് വളരെ നല്ലൊരു അധ്യാപകനാണ്. ആ അധ്യാപനത്തിന്റെ ഗുണം ഈ കോഴ്സ് എടുക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകും. നമ്മൾ പഠിക്കുന്ന അറിവുകൾ നാളെ മറ്റുള്ളവരിലേക്കും എത്താൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അത്ര രീതിയിൽ വളരെ ലളിതമായിട്ടാണ് ഈ കോഴ്സിൽ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ കോഴ്സ് കഴിയുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, അത് ഉറപ്പാണ്. നമസ്കാരം അഭിലാഷ് ജി. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് അഭിലാഷ് ജിയോട് ഈ റിവ്യൂ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഇങ്ങനെയാണ് ട്രേഡിങ് ചെയ്തിരുന്നതെന്നുള്ളതും ഇപ്പോൾ എൻ്റെ ലെവൽ എന്താണെന്നുള്ളതും എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ ഞാൻ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് വാങ്ങുന്നു, കുറേയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പോകുന്നു. പക്ഷെ എനിക്ക് ഒരിക്കലും എക്സിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്താണെന്നുള്ളത്, കുറച്ച് പ്രോഫിറ്റ് ആകുമ്പോൾ ചിലപ്പോൾ വിൽക്കും, ചിലതെല്ലാം ഒരുപാട് പ്രോഫിറ്റ് ആയിട്ടും വിൽക്കാത്തതുണ്ട്, ചിലത് കയറിയിട്ട് തിരിച്ചിറങ്ങുന്നത്. അപ്പം നമുക്ക് അങ്ങനൊരു നമുക്കൊരു വീക്ഷണമില്ല എന്ന് പറയില്ല, നമ്മൾ എന്തോ ചെയ്യുന്നു അതുപോലെ. പക്ഷെ ഇവിടെ അഭിലാഷിയുടെ ക്ലാസ്സിൽ വന്നതിന് ശേഷം, കോഴ്സിന് ചേർന്നതിന് ശേഷം സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതായത് നമ്മളൊരു സ്റ്റോക്കിനെ എങ്ങനെ വിലയിരുത്തണം എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ശരിക്കും പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് സ്ക്രീൻ റെക്കോർഡ് ആണെങ്കിലും ട്രേഡിംഗ് വ്യൂ ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കാറില്ലായിരുന്നു. ആരെങ്കിലൊക്കെ പറയുന്നത് കേട്ട് വാങ്ങുന്നു, അല്ലെങ്കിൽ സ്വയം ഒരു പഠിക്കാനായിട്ട് ഇതൊരു വലിയൊരു സംഗതിയാണെന്നുള്ളൊരു രീതിയിലൊക്കെയാണ് മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ അഭിലാഷ് വളരെ സിമ്പിളായിട്ടാണ് ഇത് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ആ ഒരു മാറ്റം ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ വേണ്ടിയുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ നമുക്ക് ചെയ്യാനായിട്ട്, നമുക്കത് പഠിച്ചെടുക്കാനായിട്ടുള്ള നമ്മുടെ ഒരു നമുക്ക് ആ ഒരു മാനസികമായിട്ട് നമ്മൾ വളർത്താന്ന് പറഞ്ഞല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും ആ ബുക്ക് വായിക്കുന്നതിലൂടെയും അതുപോലെ നമ്മൾ മറ്റ് ഫിസിക്കലായിട്ടുള്ള നമ്മളുടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഭിലാഷ് വളരെ പേഴ്സണലായിട്ട് നമുക്ക് ആ ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അഭിലാഷിനെ സാറിന് ഞാൻ വിളിക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അഭിലാഷിനെ വളരെ ഒരു ബ്രദറിനെ പോലെ തന്നെ തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനെപ്പോഴും അതുപോലെ ഞാൻ കൊണ്ടുവന്നത് ഞാനൊരു സാറിന് വിളിക്കാറില്ല. കാരണം എനിക്കൊരു ഡിസ്റ്റൻസ് എനിക്ക് തോന്നിയിട്ടില്ല. ആ ഒരു റെസ്പെക്റ്റ് ഉണ്ട്, പക്ഷേ വളരെ ക്ലോസ് ആയിട്ടൊരാൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളോട് ചോദിക്കുന്നു, മനസ്സിലാക്കുന്നു, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നു. അഭിലാഷ് പറയുന്ന അത്രയും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. എങ്കിൽ തന്നെ ആ ഒരു അഭിലാഷിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അതെനിക്ക് ഈ കോഴ്സിൽ ഉടനീളം എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വളരെ സന്തോഷമുണ്ട്. എന്തായാലും നമ്മളുടെ ഈ പുതിയ യാത്രയിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും തന്നെയാണ് ഞാൻ വളരെ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ എനിക്ക് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ പുതിയ വർഷത്തിലേക്കാണല്ലോ നമ്മൾ പ്രവേശിക്കുന്നത്. ഇപ്പോൾ 2024 പോകുമ്പോൾ നമ്മുടെ ഒപ്പം യാത്ര ചെയ്യുന്ന എല്ലാ നാരി ട്രേഡിംഗ് അക്കാഡമിയിലുള്ള എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും ഇതേ ഒരു ഫീലിംഗ് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ളൊരു 2024 അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വർഷങ്ങളായിരിക്കട്ടെ. പ്രത്യേകിച്ചും അഭിലാഷിയോടും പ്രത്യേകിച്ചൊരു നന്ദിയുണ്ട്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഒരു റിവ്യൂ എനിക്ക് നൽകാനായിട്ട് സാധിക്കുന്നതിൽ. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് സതീഷ് എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് എൻ്റെ സ്ഥലം. ഞാൻ മസ്കറ്റ് ഒമാനിൽ ജോലി ചെയ്യുന്നു. ഞാൻ ഈ ഷെയർ മാർക്കറ്റിൽ കഴിഞ്ഞ ഒരു വർഷം താഴെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്.
ആദ്യമൊക്കെ ഒരു ചെറിയ ലോസും ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതുപോലെ തന്നെ സ്റ്റോക്ക് സെലക്ഷൻസ്, സ്റ്റോപ്പ് ലോസ് അങ്ങനത്തെ ഇതിലൊക്കെ പെട്ട് കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ അബി സാറിൻ്റെ ഈ യൂട്യൂബ് വീഡിയോ കാണാനിടയായതും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതും യൂട്യൂബ് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുകയൊക്കെ ചെയ്തത്. അതിനുശേഷം ഞാൻ ചെറുതായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ അത് ലാഭകരമായിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ അബി സാറിൻ്റെ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്ന് ഈ സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത സിസ്റ്റം തന്നെയാണ്. സ്റ്റോപ്പ് ലോസ് ആണ് നമ്മുടെ ഈ നഷ്ടം വരുത്താനുള്ള പ്രധാന കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ സ്റ്റോപ്പ് ലോസ് കൂടാതെ നമ്മൾ ഈ സ്റ്റോക്ക് സെലക്ഷൻസ് ചെയ്യുന്നതിലാണ് സ്റ്റോപ്പ് ലോസിൻ്റെ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യപ്പെടുന്നത്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായി. അതുപോലെ തന്നെ അഭിലാഷ് സാറിൻ്റെ ക്ലാസ്സുകളിൽ ഈ സ്റ്റോക്ക് സെലക്ഷൻസും അതുപോലെ തന്നെ നമ്മുടെ ചാർട്ട് പാറ്റേൺസ്, ടെക്നിക്കൽ പാറ്റേൺസും ക്ലബ് ചെയ്തുകൊണ്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സെലക്ഷൻ ആകുമ്പോൾ അത് കൂടുതൽ കോൺഫിഡൻസ് തരും നമുക്ക്. മറ്റത് വേറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ടെക്നിക്കൽ പാറ്റേൺസ് മാത്രം നോക്കുകയും അല്ലെങ്കിൽ സ്റ്റോക്ക് സെലക്ഷൻ മാത്രം അങ്ങനെയൊക്കെ അത് മാത്രം ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റോപ്പ് ലോസും നമുക്ക് പിന്നെ അതുപോലെ തന്നെ അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. സ്റ്റോക്കിനെ പറ്റിയും ടെക്നിക്കൽ പാറ്റേണിനെ പറ്റി നമ്മൾ ക്ലിയർ ഐഡിയ ആയി കഴിഞ്ഞാലാണ് നമുക്കൊരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാൻ ഉള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് വളരെ ഉപകാരപ്രദമായി. അത് മാത്രമല്ല നമ്മൾ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുകയും ബൈ ചെയ്യുകയും ചെയ്ത ശേഷം നമുക്കത് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മളിൽ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. നമ്മളുടെ ജീവിതശൈലി, നമ്മുടെ ചിന്താഗതികൾ, നമ്മളൊരു സാമ്പത്തികമായിട്ടൊരു അച്ചീവ്മെന്റിന് പറ്റിയ ഒരാളാക്കി മാറ്റേണ്ടതുണ്ടെന്നത് കൂടി ഈ അഭിലാഷ് സാറിന്റെ ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടിയ ഒരു നോളജാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മിക്സ് ചെയ്താണ് നമുക്കൊരു ഗ്രോത്ത് കൊമേഴ്ഷ്യലി ഫിനാൻഷ്യലി ഉണ്ടാവുള്ളൂ. അത് ഷെയർ മാർക്കറ്റിലൂടെയും നമ്മുടെ മൊത്തത്തിലുള്ള ജീവിതം മാറ്റിമറിക്കുന്ന ഒരു കോഴ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിന് അഭിലാഷ് സാറിനോട് നന്ദിയുണ്ട്. പിന്നെ കാര്യമായിട്ട് അങ്ങനെ കോഴ്സ് മേടിച്ച് പഠിക്കാൻ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒക്കെ അങ്ങനെ ഈ പല യൂട്യൂബ് ലിങ്കും പിന്നെ ഈ പല സിറോദവാസിറ്റി അതുപോലെ ഫണ്ടമെന്റൽ അങ്ങനെയൊക്കെ വായിച്ചു. പിന്നെ കുറച്ച് മേടിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് ഈ AVയുടെ NRI ട്രേഡർ അക്കാഡമി എന്ന് പറയുന്ന അവരുടെ വീഡിയോ ഫോർവേഡായി എൻ്റെ കയ്യിൽ വന്നു, എൻ്റെ വാട്സാപ്പ് വഴി. ഓക്കെ, അപ്പം ഞാനത് കണ്ടു. അങ്ങനെ പലതും വരലുണ്ട് എന്നുള്ള രീതിയിൽ കണ്ടതാണ്. അങ്ങനെ കണ്ട് ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഞാൻ ആ ചാനലിൽ കയറി കുറേ അതിൽ അന്ന് ഞാൻ കയറുമ്പോഴൊക്കെയാണ് ഒരു 10-30 വീഡിയോ ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽക്ക് ഞാൻ കാണുന്നുണ്ട്. പിന്നെ അതിന് വേറൊരു ഗുണം കൂടി ഉണ്ടായിരുന്നു. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ പോലെ മറ്റേ ഇൻട്രാഡേ പോലെ ഇപ്പം തന്നെ മേടിക്കണം, ഇപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞ് മേടിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന അങ്ങനത്തെ കേസല്ല. ഇതിൽ കൂടുതൽ നമുക്ക് ടൈമുണ്ട്. ഇപ്പോൾ AV ഇടുന്ന സ്റ്റോക്ക് അവിസാർ ഇടുന്ന സ്റ്റോക്കിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഇടുന്നുണ്ട് പറഞ്ഞപ്പോൾ തന്നെ കയറുന്നൊന്നുമില്ല. നിങ്ങൾ ഒരു നാളെയോ മറ്റന്നാളോ ചിലപ്പോൾ 5% 10% താഴെ എന്നൊക്കെ ചാൻസ് ഉണ്ട്. കാരണം ഉടനെ അപ്പം തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിലില്ല. അതാണ് എനിക്ക് അതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. നമുക്ക് വൈകുന്നേരത്ത് വന്ന് നോക്കി പഠിച്ചിട്ട് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഇൻവെസ്റ്റ് ചെയ്താലും മതി. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് കുറേ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ആദ്യമൊന്നും അങ്ങനെ ഒരു കോഴ്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ല. പിന്നെ പല റിക്വസ്റ്റ് ഈവൻ ഞാനും റിക്വസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ ഐഡിയ സാറിന് വന്നതുകൊണ്ട് എനിവേ നമ്മൾ ഭാഗ്യം അങ്ങനെ വന്ന് ഞാൻ അതിൽ ചേർന്നു. എനിക്ക് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. മെയിനായിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. അതായത് നമ്മളെ ഈ വീട്ടിലേക്ക് കുട്ടികൾക്ക്, അതായത് നമ്മുടെ ഇതിന് മീൻ മേടിച്ചു കൊടുക്കുകയല്ല വേണ്ടത്, ഇങ്ങനെ മീൻ പിടിക്കാൻ പഠിച്ചു കൊടുക്കണം. അപ്പം മീൻ കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്നു. അതിന് പകരം മീൻ എവിടെയുള്ളത്? കുളത്തിലുണ്ട്, കടലിലുണ്ട്, പുഴയിലുണ്ട്. അത് എങ്ങനെ പിടിക്കുന്നു? നിങ്ങൾ ആവശ്യമുള്ള മീൻ ആവശ്യത്തിന് പിടിച്ചോ, അതാണ് പോളിസി. അപ്പം മീൻ പിടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്നും മീൻ കഴിക്കാം. അല്ല ഓൺലി ഇപ്പോൾ മീൻ കൊണ്ടുവന്നു വരുന്ന ഒരാൾ അത് കഴിക്കാത്ത അന്നത്തോടു കൂടി തീർന്നു, പിന്നെ നമുക്ക് മീൻ കിട്ടില്ല. പിന്നെ ഒരാൾ മേടിച്ച് കൊണ്ടുവന്നവരെ വെയിറ്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. ഇതിപ്പോൾ ഒരു റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും എടുക്കണ്ട. മീൻസ് താല്പര്യമുള്ളവർക്ക്, കുറച്ച് കാശൊക്കെ ചിലവാക്കി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ല കോഴ്സാണെന്ന് ഞാൻ പറയും. ഓക്കെ, താങ്ക് യു.